കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ ഇറക്കിയ കെ റൈസ് സുലഭം. നമ്മൾ പോയ സപ്ലൈകോ ഔട്ട്ലെറ്റിലടക്കം മിക്കയിടത്തും കെ റൈസ് വിതരണം തകൃതിയായി നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള അരിയാകുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല. അതൊന്ന് കണ്ടുവരാം. എല്ലാം കഴിക്കണമെങ്കിൽ അരി വാങ്ങണം. അതിനല്ല ഈ അടുത്തായിട്ട് വാങ്ങിയത് കെ റൈസ് വാങ്ങണം. കെ റൈസാ? എന്തിനിപ്പോ കെ റൈസ്? ചോറുണ്ണാൻ. അതും ഈ അടുത്ത് നമ്മൾ വെച്ച് നോക്കിയല്ലോ. അത് വെച്ച് നോക്കിയപ്പോൾ ആ അരിയാണ് നല്ലത് നമുക്ക് മനസ്സിലായല്ലോ. അവനെ ഒന്നുകൂടി പോയി നോക്കാം. എല്ലാ ഔട്ട്ലെറ്റിലും കെ റൈസ് വന്നിട്ടുണ്ടോ നോക്കണം. അപ്പൊ വന്നില്ലേ? എല്ലാ ഔട്ട്ലെറ്റിലും ഉറപ്പാടോ നോക്കണം. കൃത്യമായ അളവിലുണ്ട്. എത്തിയിട്ടില്ല എന്ന് പറ. നമ്മൾ പണ്ടേ ലോറി കൊണ്ട് ഇറക്കിയതുകൊണ്ട് എല്ലാ വീട്ടിലും. ലോറിയിലല്ല, ഇനി റെയിൽവേ സ്റ്റേഷൻ വഴിയാ. വാ കൂട്ടുവാ, സപ്ലൈകോയിൽ പോയി നമുക്ക് കെ റൈസ് ഉണ്ടോ നോക്കിട്ട് വരാം. ഉണ്ടാവാൻ സാധ്യത ഒന്നുമില്ല, എന്നാലും ഞാൻ വരാം. കാശുണ്ടല്ലോ അല്ലേ? ഓട്ടോ ഒന്ന് പോ. ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ എൻ്റെ കയ്യിലില്ല. റെഡി കാശ് കൊടുക്കില്ല. അതെവിടെ പോന്നെ? കിഴക്കേക്കോട്ടെ പോവാം. അവിടെ അല്ലെങ്കിൽ പഴവങ്ങാടി. അവിടെ പോണം ആദ്യം. പക്ഷെ ഈ ഓട്ടോ പിടിച്ചാലും വേറെ വലിയ സീനുണ്ട്. ഈ റോഡ് കടന്ന ഈ ഓട്ടോ എപ്പോൾ എത്തും എന്നുള്ളതാ. എന്ത് ചെയ്യുമല്ലയ്യ? വഴി മൊത്തം ബ്ലോക്കായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കടയെടുക്കും, സാധനം ഉണ്ടാവില്ല. വഴി ബ്ലോക്കായതുകൊണ്ടല്ല, ഓൾറെഡി സാധനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ കെ റൈസ് ചിലപ്പോൾ ഔട്ട്ലെറ്റിൽ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. കെ റൈസ് വന്നോട്ട് ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഭാരത് റൈസ് പോലെ വന്നതുകൊണ്ടായിരിക്കില്ല, വരാത്തത് കൊണ്ടായിരിക്കും വാങ്ങാൻ പറ്റാത്തത്. അങ്ങനെ ചോദിച്ചു. എന്തായാലും കെ റൈസ് വന്നിട്ടുണ്ടാവും, നോക്കാം. ചേട്ടാ, പഴവങ്ങാടി സപ്ലൈകോ വരും. ഇതന്നെ എവിടെ കാണിക്കണം? അത്രക്കില്ല. ചേച്ചി കെ റൈസിൽ ഏതൊക്കെയാ ഉള്ളത്? ജയും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുമോ അതെങ്ങനെ? ഇത് ഇതിന് 30 അല്ലേ? കെ റൈസ് ആയിട്ടാണ്. ഇത് രണ്ടും കെ റൈസ് ആയിട്ട് തന്നെയല്ലേ കൊടുക്കണത്? അപ്പൊ സപ്ലൈകോ അരി ഇല്ല ഇപ്പോ. സപ്ലൈകോയുടെ അരി തന്നെ കെ റൈസ് എന്നുള്ള പേരിൽ കൊടുക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ കെ റൈസ് എല്ലാടിയും ഉണ്ടെന്ന്? കവർ പോലും ഇല്ലല്ലോ. ആ കവറൊന്നും ഇല്ലെങ്കിൽ സപ്ലൈകോയിൽ അരി ഉണ്ടോ? അരിയുണ്ട്, പക്ഷെ ഞങ്ങളെ ഭാരത് റൈസ് ഇങ്ങനെ കൊടുക്കാറ്. നീ ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെയാ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഭാരത് റൈസ് വാങ്ങിക്കുക? ഓ മൈ ഗോഡ്. ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ പ്രത്യേകമായി റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് എന്ത് പറഞ്ഞാലും ഇതാ ഈ പറയുന്ന പോലെ സപ്ലൈകോയിൽ വന്നാല് കെ റൈസ് കിട്ടുന്നുള്ളതാണ്. തലസ്ഥാനത്തെ സപ്ലൈകോയിലൊക്കെ ഈ കെ റൈസ് കിട്ടുന്നുണ്ട്. ഉറപ്പാണേ? ഉറപ്പാണ്. ഓക്കെ. കെ റൈസ് കിട്ടുന്നുണ്ട്, പക്ഷെ കെ റൈസിന്റെ പാക്കറ്റ് ഇല്ല, കെ റൈസ് ഒന്നും എഴുതിയിട്ടില്ല. കെ റൈസ് ലൂസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കുകയും ചെയ്യാം. സുനിഷയും മഞ്ജുവുമാണ് ഈ തകർപ്പൻ റിപ്പോർട്ടിങ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. നമുക്ക്